നമസ്കാരം. അൻവർ വന്നു, കണ്ടു, കീഴടങ്ങി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. CPM-ന്റെ സ്വതന്ത്ര MLA PV അൻവറാണ് ഇപ്പോൾ താരം. മലപ്പുറം SP-യിൽ തുടങ്ങി ക്രമസമാധാന ചുമതലയുള്ള ADGP വഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിൽ എത്തി നിൽക്കുന്നു അൻവറിൻ്റെ ആരോപണ ശരങ്ങളേറ്റ് കുരുക്ഷേത്രത്തിൽ പിടഞ്ഞു വീണവർ. ADGP ദാവൂദ് ഇബ്രാഹിമിന് പഠിക്കുകയാണോ എന്നാണ് അൻവറിൻ്റെ സംശയം. കുറ്റം പറയരുതല്ലോ. അജിത് കുമാറിനെതിരെയുള്ള പരാതി പരിശോധിക്കാൻ ADGP റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു അന്വേഷണ സംഘത്തെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അൻവറിൻ്റെ അരിശം തീർന്നെന്ന് കരുതേണ്ട. മുഖ്യമന്ത്രിക്കും വിശ്വസ്തർക്കും മേൽ തീ കോരിയിട്ട് PV അൻവർ. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങൾ. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. ഞാൻ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞത് അല്പം അലങ്കാരികമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. ഇനി കഴുത്ത് എന്റെ അമ്മ മേനോ എന്റെ ശബ്ദമല്ല അത്. അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടി നോക്കുകയാണ്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. നമുക്ക് പോകാം അധോലോകത്തേക്ക്. സാർ, എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. സാർ, ഒരുപാട് ചോര പുരണ്ട കത്തിയായത്. അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ MR അജിത് കുമാർ. സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. അൻവറിന്റെ കണ്ടെത്തൽ പ്രകാരം മലപ്പുറം SP-യിൽ തുടങ്ങി ADGP-യിൽ അവസാനിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടത്രേ. പ്രധാന ജോലി സ്വർണം പൊട്ടിക്കലാണ്. അതായത് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണം പിടിക്കലും പങ്കുപറ്റലും. സുജിത് ദാസ് IPS-ൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു നമുക്കറിയാം. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. ഒരുപാട് കേസ് പഠിച്ചല്ലോ അല്ലെ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോഡിലിട്ട് പോലീസ് പഠിക്കുന്നല്ലേ? കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പൊ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറം ഒന്ന് ചാടിക്കയറുന്നു വിടറാന്ന്. ഇവരെ കേന്ദ്രത്തേക്ക് പോകാം. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാവുന്നു തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് ആപ്പും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോണ പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് വഴി സെൻട്രൽ ജയിലാണ്. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഇത്രമാത്രം ഭീകരന്മാരാണല്ലോ സഖാവ് പിണറായിയുടെ പോലീസിന്റെ തലപ്പത്ത് എന്നാണല്ലോ അൻവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരൊക്കെയാണോ ഇന്റലിജൻസ് സംവിധാനം വരെ കൈവശമുള്ള മുഖ്യമന്ത്രി ആഭ്യന്തര ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒക്കെ പഴിയാർക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കി. ഇന്നൊരു കുറുന്തോട്ട് വൈദ്യൻ, നാളെ ഒരു പോസ്റ്റ്മാൻ, അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്താ ഒരു പ്രസക്തി? കൊല്ലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുടെ വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുകൊടുക്കുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവനെ ഉള്ളോടത്തോളം സമയം പറയാം. കൊല്ലൊന്നുമില്ല, പിന്നെ വെട്ടുകുത്തൊക്കെയുള്ള ടീമാ. ചേട്ടനൊന്ന് സൂക്ഷിക്കണം രാത്രിയിലൊക്കെ. എന്താ ഈശ്വര, എന്താവോ ഈശ്വര, തല പോവോ? ജീവനു വരെ ഭീഷണി നേരിട്ട് ഈ കുരിശുയുദ്ധത്തിനിറങ്ങിയതോടെ PV അൻവറിന് ഒരു ഗുണമുണ്ടായി. വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും നടുവിലായിരുന്ന PV അൻവർ നേരം ഇരുട്ടി വെളുത്തപ്പോൾ സർവഗുണ സമ്പന്നനായി. പ്രതിപക്ഷം പോലും അൻവർ പറഞ്ഞത് ഏറ്റുപിടിക്കുന്നു. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കോട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു MLA ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ്. പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു. അത് പിന്നെ എന്റെ മനസ്സിൽ കളത്തിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെട്ടി തുറന്ന് പറയും. ഇത് പ്രതിപക്ഷമാണെങ്കിലല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. ഇത് CPMന്റെ MLA ആരോപണം ഉന്നയിക്കുക. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ആ MLA, മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് ആ MLA. ഒരുപാട് തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടാ. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളാണ്. ആ MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ രാജിവെച്ചു പോകണം. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ? പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൈമാറിയതോടെ അൻവറിക്ക തൻ്റെ യുദ്ധങ്ങളുടെ 1ാം ഘട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് വന്ന ആളല്ല തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അൻവർ വന്നു, കണ്ടു, കീഴടങ്ങി എന്ന് പറഞ്ഞതുപോലെയായി. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സശ്രദ്ധം ഈ കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കൗശലക്കാരനാണെന്ന് പണ്ടേ തോന്നിയിരുന്നു. പക്ഷേ കൗശലം എന്റെ മുന്നിലും കാണിച്ചു തുടങ്ങി അല്ലേ? അത് നന്നല്ല. വലിയ കൗശലങ്ങൾ എനിക്കും അറിയാം. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. ആ കഥ അറിയുമോ? കേട്ടിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി
ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ, തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്. ഇത് കലിയുഗമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പൊടിയിട്ടില്ല. സമയമാകുമ്പോൾ തനിയെ മനസ്സിലായിക്കൊള്ളും. അല്ല, നമുക്ക് വളരെ കൃത്യമായിട്ടില്ല. അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നത് ഏത് ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊന്നും കീഴടങ്ങുന്ന ആളല്ല അൻവറിക്ക. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെ കണ്ടപ്പോൾ കുറച്ചൊക്കെ ശൗര്യം അൻവർ വീണ്ടെടുത്തു. ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് എത്തിയാൽ അത് എത്തി. സന്ദർശനശേഷം ഊർജം വീണ്ടെടുത്ത അൻവർ. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. വരുമ്പമുള്ള നിങ്ങളല്ല, തിരിച്ചു പോകുന്ന നിങ്ങൾ. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി, സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. നമ്മുടെ ബ്രെയിൻ അത് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും. ആരെ? ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ. ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് എത്തിയാൽ അത് എത്തി. അൻവർ നിയോഗിക്കപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം സ്വതന്ത്ര MLA ആയ അൻവറിന് പാർട്ടി അംഗങ്ങൾക്കുള്ള പരിമിതി ഇല്ല എന്നുള്ളതാണ്. തനിക്ക് പിന്നിൽ ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ ദൈവം മാത്രമാണെന്ന് പറയും അൻവർ. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.